ഹരേ കൃഷ്ണ. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശ്വപാകേ ച പണ്ഡിതാ സമദർശിന. ഒരു ജ്ഞാനി വിദ്യാഭിജാത്യമുള്ള വിപ്രനിലും പശുവിലും ആനയിലും നായിലും നായാടിയിലും സമദൃഷ്ടിയുള്ളവനായിരിക്കും. യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, പാണ്ഡുവിൻ്റെ പൊന്നോമന പുത്രന്മാർ 5 പേരും ലക്ഷണമൊത്തവരും പ്രിയദർശനന്മാരും സിംഹപരാക്രമികളുമായി ഹിമവത് പ്രാന്തങ്ങളിൽ കളിച്ചുല്ലസിച്ചു പഞ്ചനക്ഷത്രങ്ങളെപ്പോലെ തേജസ്സോടുകൂടി വളർന്നു വന്നു. പാണ്ഡുവും 2 ഭാര്യമാരോടും പുത്രന്മാരോടും കൂടി സന്തോഷമായി കാലം നയിച്ചു. അതൊരു വസന്തകാലമായിരുന്നു. വസന്തത്തിൻ്റെ ആഗമത്തിൽ കാടുകളെല്ലാം ഹൃദയ സമ്മോഹനമായ വിധം പൂത്തു. ആ പൂവണിഞ്ഞ കാടുകൾ കണ്ട് സഭാര്യനായ പാണ്ഡു വനത്തിൽ ആനന്ദത്തോടെ പരിലസിച്ചു. പിലാശ്, തിലകം, മാവ്, ചമ്പകം, പാരിഭ്രകം, കർണികാരം, അശോകം, കേസരം, അതിമുക്തകം, കരവകം എന്നിവയെല്ലാം പൂത്തുലഞ്ഞു നിന്നു. അവയിലെ പൂക്കളിലെല്ലാം തേൻ കുടിക്കാൻ വണ്ടുകളും ചുറ്റിപ്പറന്നു നടന്നു. അല്ലിവിടർത്തി പാരിജാത കുസുമങ്ങൾ സൗരഭ്യം വീശി കുയിലുകളെല്ലാം അതിമനോഹരമായി പാടി ആ വനമാകെ മറ്റൊരു പൂങ്കാവനമായി മാറി. വസന്താഗമത്തിൽ താമരയും മാമ്പലും വിടർന്നു നിൽക്കുന്ന മനോഹരമായ പൊയ്കയുള്ള ആ കാടുകണ്ട് പാണ്ഡുവിൻ്റെ ഹൃദയത്തിൽ കാമദേവന്റെ പുഷ്പബാണമേൽക്കയുണ്ടായി. പാണ്ഡു കാമലോലുപനായി. തൻ്റെ കൂടെ ഗമിച്ചിരുന്ന മാദ്രിയെ സാവധാനം നോക്കി. തൻ്റെ മനസ്സടക്കുവാൻ പാണ്ഡു അശക്തനായി. ശാപഭീതി തെല്ലുമില്ലാതെ അദ്ദേഹം കടന്നുപിടിച്ച കൈകൾ കാലത്തിൻ്റെതായിരുന്നു എന്ന് അദ്ദേഹം ഓർത്തില്ല. മാദ്രിയുടെ വിലക്കുകളൊന്നും അദ്ദേഹം കേട്ടില്ല. ആനന്ദത്തോടെ സ്നേഹത്തോടെ പരസ്പരം ഒന്നായ ആ നിമിഷം കാലം അദ്ദേഹത്തിൻ്റെ സമയം കുറിച്ചു. അന്ത്യമായ മൈഥുനത്തോടെ ആ വിളക്കണഞ്ഞു. മനസ്സിണങ്ങി സുഖമായി മാദ്രിയോട് ചേർന്ന് ധർമാത്മാവായ പാണ്ഡു കാലധർമ്മം പ്രാപിച്ചു. മാദ്രിയുടെ നിലവിളി കേട്ട് കുന്തിദേവിയും ഓടിയെത്തി. അവിടെ കണ്ട കാഴ്ച കുന്തിദേവിയെ നിസ്സഹായയാക്കി. എന്താണ് ഈ നിർഭാഗ്യത്തിനുള്ള കാരണമെന്ന് മാദ്രിയോട് ചോദിച്ചു മനസ്സിലാക്കി. ഇങ്ങനെയൊരു ശാപം നിലനിൽക്കെ ഇത്രയും പ്രഹർഷം നിങ്ങൾ കൈക്കൊണ്ടത് ശരിയായില്ല എന്നിരിക്കലും അദ്ദേഹം സന്തോഷത്തോടെയാണല്ലോ യാത്രയായത്. അതിൽ ധന്യയായത് ബാൽഹീകി നീ തന്നെയാണ്, കുന്തിദേവി പറഞ്ഞു. ഇങ്ങനെ ഇരുവരും തങ്ങളുടെ അതിയായ ദുഃഖത്തെ അനുഭവിക്കുന്ന വേളയിൽ ശതശൃംഗ നിവാസികളെല്ലാം വിവരമറിഞ്ഞ് അവിടെ എത്തി. അവരുടെ പ്രിയ മഹാരാജാവ് തങ്ങളെ വിട്ടു സ്വർഗലോകം പോകി എന്ന സത്യത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. ശേഷം പാണ്ഡുവിൻ്റെ അനന്തര ക്രിയകൾക്കുള്ള ശ്രമം തുടങ്ങി. ഭർത്താവിനൊപ്പം അനുമരണം വരിക്കാൻ കുന്തി ആഗ്രഹിച്ചു എങ്കിലും മാദ്രി അത് തടഞ്ഞു. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനുള്ള കഴിവ് തനിക്കില്ലെന്നും അതിനാൽ കുന്തി തന്നെ മക്കളെ സംരക്ഷിക്കണമെന്നും അനുമരണം അനുഷ്ഠിക്കേണ്ടത് താനാണെന്നും മാദ്രി നിശ്ചയിച്ചു. മാദ്രി യുധിഷ്ഠിരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: കുഞ്ഞെ, ഇനിയും 4 സഹോദരങ്ങളുടെ പിതാവ് നീ തന്നെയാണ്. യുധിഷ്ഠിരനെ അനുസരിച്ചു ജീവിക്കണമെന്ന് മറ്റു കുഞ്ഞുങ്ങളെയും മാദ്രി ഉപദേശിച്ചു. പിന്നീട് കുന്തിയെയും മഹർഷിമാരെയും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. തുടർന്ന് മാദ്രി ചിതയിൽ ചാടി സ്വഭർത്താവിനെ യമസദനത്തിലേക്ക് അനുഗമിച്ചു. താപസ ജീവിതം നയിക്കുവാനായി തപോവനത്തിലെത്തിയ പാണ്ഡുവിൻ്റെ മരണം താപസന്മാർക്കു ചിന്താവിഷയമായി തീർന്നു. കുന്തിയെയും കൊച്ചു കുഞ്ഞുങ്ങളെയും ഇനി എന്തു ചെയ്യണമെന്നാലോചിച്ച് അവസാനം അവരെ ഹസ്തിനപുരത്തിലേക്ക് എത്തിക്കുവാൻ അവർ തീർച്ചപ്പെടുത്തി. താമസിയാതെ അവിടെയുള്ള മഹർഷി ശ്രേഷ്ഠന്മാരും മറ്റു താപസരും കൂടി പാണ്ഡുപുത്രന്മാരെയും കുന്തിയെയും കൂട്ടി നഗരത്തിലെത്തി.
പൗരജനങ്ങളെല്ലാം ആശ്ചര്യത്തോടും ഭക്തി ബഹുമാനങ്ങളോടും കൂടി അവരെ നോക്കി നിന്നു. രാജപുരുഷന്മാർ വന്ന് അവരെ രാജസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ധൃതരാഷ്ട്ര രാജാവിൻ്റെ സദസ്സിൽ ഭീഷ്മർ, വിതുരൻ മുതലായവരും സത്യവതി, അംബിക, അംബാലിക, ഗാന്ധാരി മുതലായ രാജതാരങ്ങളും ദുര്യോധനാദി രാജകുമാരന്മാരും സന്നിഹിതരായിരുന്നു. എല്ലാവരും മുനിമാരെ യഥാവിധി അഭിവാദ്യം ചെയ്ത് നമസ്കരിച്ച് സഭയിൽ ഉപവിഷ്ടരായി. മഹർഷിമാരിൽ മഹാവൃദ്ധനും ജടാചീരധാരിയുമായ ഒരു താപസൻ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: പാണ്ഡു മഹാരാജാവ് രാജഭോഗങ്ങൾ ഉപേക്ഷിച്ചു തപസ്സിനായി ശതശൃംഗത്തിലെത്തി. അതുമുതൽക്കുള്ള വിവരങ്ങളെല്ലാം അദ്ദേഹം വിവരിച്ചു. അവസാനം ഇത്രയും കൂട്ടിച്ചേർത്തു: മരിച്ചവരുടെ ചിതാവശിഷ്ടം ഇതാ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കു വേണ്ട ശേഷക്രിയകളെല്ലാം നടത്തുക. ഈ ഉത്തമ പുത്രന്മാരെ അമ്മയോടുകൂടി സ്വീകരിച്ച് അനുഗ്രഹിക്കുക. ഇതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞ് ആ തപസ്വികൾ അപ്പോൾ തന്നെ അപ്രത്യക്ഷരായി. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം വിതുരനും ഭീഷ്മരും മറ്റു ബന്ധുക്കളും ചേർന്ന് രാജോചിതമായ വിധത്തിൽ തന്നെ പാണ്ഡുവിൻ്റെ അന്ത്യേഷ്ടിക്രിയകളെല്ലാം ചെയ്തു. പാണ്ഡുവിൻ്റെയും മാദ്രിയുടെയും സ്മരണയ്ക്കായി ധാരാളം ധനങ്ങളും വിശിഷ്ട വിഭവങ്ങളും രത്നങ്ങളും ധനസമ്പത്തും ദാനം ചെയ്തു. 12 ദിവസത്തെ ദുഃഖാചരണവും ഉണ്ടായി. രാജകുടുംബാംഗങ്ങളും ബന്ധുജനങ്ങളും ആ ശൗചദീക്ഷയുടെ അവസാനത്തിൽ ഉദകക്രിയയും ശ്രാദ്ധവും ചെയ്തു പരിശുദ്ധരായി. എല്ലാവരും രാജധാനിയിൽ പ്രവേശിച്ചു. എന്നാൽ അന്തപുരം മാത്രം നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു. പാണ്ഡുവിൻ്റെ നിര്യാണം സത്യവതി റാണിക്ക് വലിയ ഒരാഘാതമായിരുന്നു. പാണ്ഡുമാതാവായ അംബാലികയ്ക്കും ഒരു വിധത്തിലും സമാധാനം കിട്ടിയില്ല. കുന്തിയുടെ കഥ സങ്കടത്തിൻ്റേതു മാത്രമായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള പരിജനങ്ങളും ദുഃഖാക്രാന്തകളായി തീർന്നു. അങ്ങനെ അരമനയിലെ അന്തപുരം ശോകമൂകമായി കഴിയുമ്പോൾ വ്യാസദേവൻ യദൃച്ഛയ അവിടെ വരുവാനിടയായി. അമ്മയെ കണ്ടു വന്ദിക്കുവാനായി എത്തിയ വ്യാസൻ വിവരങ്ങളെല്ലാം അറിഞ്ഞ് അമ്മയോട് ഇപ്രകാരം പറഞ്ഞു: അമ്മേ, സഖ്യം അസ്തമിച്ചു. കാലത്തിൻ്റെ മാറ്റം ദാരുണം തന്നെ. വന്നുകൊണ്ടിരിക്കുന്ന ദിനങ്ങളൊക്കെ പാപദിനങ്ങൾ തന്നെ. ഭൂമിക്കോ യൗവനം കെട്ടുപോയി. ഛലജാലങ്ങൾ കലർന്നും പല പല ദോഷങ്ങൾ പുലർന്നും ധർമ്മക്രിയാചാരങ്ങൾ നഷ്ടപ്പെടുന്ന കഷ്ടകാലം വരികയാണ്. കുരുക്കളുടെ ദുർനീതി വർദ്ധിച്ച് ഈ ഊഴി നശിക്കും. അമ്മ അതൊന്നും കാണാതിരിക്കുന്നതാണ് നല്ലത്. കുലത്തിന് താനേ പറ്റുന്ന ആക്ഷയം കാണാതിരിക്കുക. തപോവനത്തിൽ ചെന്നു യോഗം പൂണ്ടു ദേവി നീ വാഴുക. അതുതന്നെയാണ് മനസ്സിനു ശാന്തിയും സമാധാനവും തരുന്നത്. വ്യാസന്റെ വാക്കുകേട്ട് സത്യവതി ദേവി വനത്തിലേക്ക് പോകുവാൻ തീർച്ചപ്പെടുത്തി. അംബികയോടും അംബാലികയോടും പറഞ്ഞു. അവരും വിവരമറിഞ്ഞ് അമ്മയെ അനുഗമിക്കുവാൻ തന്നെ തീർച്ചപ്പെടുത്തി. കുന്തിക്കും അവരെ അനുഗമിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും കുട്ടികളുടെ പ്രായമോർത്ത് അവരെ നോക്കി രക്ഷിക്കേണ്ട ചുമതല തനിക്കുള്ളതിനാൽ ആ ആഗ്രഹം തൽക്കാലം നിയന്ത്രിച്ചു. പിന്നെ മൂവരും ഭീഷ്മരുടെ അനുവാദം വാങ്ങി ധൃതരാഷ്ട്രരോടും പറഞ്ഞു. വനാന്തരങ്ങളിൽ പോയി കഠിനമായ തപോനുഷ്ഠാനങ്ങളിൽ മുഴുകി. അങ്ങനെ സത്യവതിയും അംബികയും അംബാലികയും തപോവൃത്തിയിൽ ഇരുന്നു കൊണ്ട് ദേഹത്യാഗം ചെയ്ത് ഉത്തമങ്ങളായ ലോകങ്ങളെ പ്രാപിച്ചു. ധൃതരാഷ്ട്രപുത്രന്മാർ 100 പേരും പാണ്ഡുപുത്രന്മാർ 5 പേരും കുമാരന്മാർ. അവർ സമപ്രായക്കാരുമായിരുന്നതിനാൽ ഒന്നിച്ചു കളിച്ചു വളർന്നു. ഭീഷ്മർ അവർക്കു വേണ്ട സംസ്കാരങ്ങളെല്ലാം ചെയ്യിച്ചു. ഭീമസേനൻ അവരിൽ അതിബലവാനായിരുന്നു. തൻ്റെ ശക്തി കാണിക്കുവാൻ ഭീമൻ പലപ്പോഴും ധാർത്തരാഷ്ട്രന്മാരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ബാലസഹജമായ വികൃതി മാത്രമായിരുന്നു എങ്കിലും ദുര്യോധനാദികൾക്കത് അസഹ്യമായിരുന്നു. ഭീമന്റെ വർദ്ധിച്ച ബലത്തിൽ അസഹിഷ്ണുവായി തീർന്ന ദുര്യോധനൻ എങ്ങനെയെങ്കിലും ഭീമനെ കൊല്ലണമെന്നു തന്നെ തീർച്ചപ്പെടുത്തി.
ഭീമസേനനോട് പകരം വീട്ടുവാൻ വേറെ ഒരു മാർഗവും അവർ കണ്ടില്ല. അപ്പോഴേക്കും അവർ കുറേയൊക്കെ വളർന്നു കഴിഞ്ഞു. അതോടുകൂടി ദുര്യോധനാദികൾക്ക് പാണ്ഡവരോട് പൊതുവേയും ഭീമസേനനോട് പ്രത്യേകമായും അസൂയയും വിദ്വേഷവും വളർന്നു. ഭീമസേനന് കൗരവരോട് വിദ്വേഷമുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ അവരെ ഉപദ്രവിക്കുന്നതും അവർ കരയുന്നത് കാണുന്നതും ഒരു രസമായിരുന്നു എന്ന് മാത്രം. കൗരവരാകട്ടെ തങ്ങൾക്ക് ഭീമസേനനെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൽ വലിയ വിഷമമുണ്ടായിരുന്നു. അതാണ് വിദ്വേഷമായി വളർന്നു വന്നത്. ധൃതരാഷ്ട്രൻ മഹാരാജാവായിരുന്നതുകൊണ്ടും അദ്ദേഹം പുത്രവത്സലനായിരുന്നതുകൊണ്ടും ദുര്യോധനന് ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. ദുര്യോധനൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ സാധിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടി ഗംഗാനദിയിൽ ജലക്രീഡയ്ക്കായി പോകണമെന്നും അവിടെ 3-4 ദിവസം സുഖമായി താമസിക്കാമെന്നും ദുര്യോധനൻ തീർച്ചപ്പെടുത്തി അതിനുവേണ്ട സജ്ജീകരണവും ചെയ്തു. അവിടെ എല്ലാവർക്കും വളരെ സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥം ഒരുക്കി. എന്നാൽ ഏറ്റവും ബലവാനും ഭക്ഷണപ്രിയനുമായ ഭീമസേനന് പ്രത്യേകമായി ഭക്ഷണം തയ്യാർ ചെയ്തു. അത് ദുർബുദ്ധിയായ ദുര്യോധനൻ തന്നെ സന്തോഷത്തോടെ വിളമ്പിക്കൊടുക്കുകയും സ്നേഹത്തോടുകൂടി ഭീമനെ ഊട്ടുകയും ചെയ്തു. പക്ഷേ അത് കാളകൂട വിഷം ചേർന്ന ഭക്ഷണമായിരുന്നു എന്ന് ഭീമസേനൻ അറിഞ്ഞതേയില്ല. ദുര്യോധനൻ പുറമേ സ്നേഹം ഭാവിച്ചുവെങ്കിലും ഉള്ളുകൊണ്ട് ചിരിച്ചു. താൻ കൃതകൃത്യനായി എന്ന് വിചാരിച്ച് സംതൃപ്തനാവുകയും ചെയ്തു. വിഷം കഴിച്ച ഭീമസേനൻ ഇനി ജീവിക്കുകയില്ലെന്ന് ദുര്യോധനൻ വിചാരിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം അവരെല്ലാം ജലക്രീഡയ്ക്ക് പോയി. വളരെ സമയം ജലക്രീഡ ചെയ്തതിനു ശേഷം സുഖമായി മടങ്ങി വന്ന് അവരവരുടെ സ്ഥാനങ്ങളിൽ വിശ്രമിക്കാൻ കിടന്നു. വളരെയധികം ക്ഷീണിതനായ ഭീമസേനൻ കുളിർ കാറ്റേറ്റ് കിടന്ന് മയങ്ങി. അതോടെ വിഷം ദേഹമെല്ലാം വ്യാപിച്ചു. മൃതപ്രായനാവുകയും ചെയ്തു. ദുര്യോധനൻ ഇതുതന്നെ സമയമെന്ന് വിചാരിച്ച് ഭീമസേനനെ ആരുമറിയാതെ വള്ളിക്കയർ കൊണ്ട് വരിഞ്ഞു കെട്ടി വെള്ളത്തിൽ കൊണ്ടുപോയി ഉന്തിയിട്ടു. അഗാധമായ കയത്തിൽ ബോധരഹിതനായ ഭീമസേനൻ താണുപോയി അങ്ങ് നാഗലോകം വരെ എത്തി. അവിടെയുള്ള സർപ്പങ്ങൾ ഒരു മനുഷ്യൻ തങ്ങളുടെ സ്വൈരതയ്ക്കു ഭംഗം വരുത്തിയെന്ന് കണ്ട് ക്രോധാകുലരായി. ഘോരവിഷമുള്ള സർപ്പങ്ങൾ ചുറ്റും വന്നു നിന്നു ഭീമസേനനെ ദംശിക്കുവാൻ തുടങ്ങി. ഇവയുടെ ജംഗമമായ വിഷം ഭീമസേനനിൽ ഉണ്ടായിരുന്ന സ്ഥാവരമായ കാളകൂട വിഷം നീക്കിക്കളയുകയാണ് ഉണ്ടായത്. വിഷത്തിനു വിഷം തന്നെയാണ് പരിഹാരം. കാളകൂട വിഷത്തിന്റെ ബാധ നീങ്ങിയപ്പോൾ ബോധം വീണുകിട്ടിയ ഭീമൻ അനായാസേന കെട്ടുകളെല്ലാം പൊട്ടിച്ചു സർപ്പങ്ങളെ ആക്രമിക്കുവാൻ തുടങ്ങി. തങ്ങളുടെ വിഷമൊന്നും ഭീമനിൽ ഏൽക്കുന്നില്ല എന്ന് കണ്ട് നാഗങ്ങൾ ഓടിച്ചെന്ന് നാഗരാജാവായ വാസുകിയോട് വിവരം പറഞ്ഞു. വാസുകി ഉടനെ ഭീമന്റെ അടുത്തു വന്നു. കണ്ടപ്പോൾ തന്നെ വാസുകിക്കു കാര്യം മനസ്സിലായി. ഭീമസേനനെ വേണ്ടതുപോലെ സത്കരിച്ചു. സർപ്പങ്ങളെല്ലാം ആശ്ചര്യപ്പെട്ടു നോക്കി നിന്നു. ഇനി എന്തു സമ്മാനങ്ങളാണ് കൊടുക്കേണ്ടത് എന്നായി സർപ്പരാജാവിൻ്റെ ആലോചന. രത്നങ്ങളും മറ്റു ധനസമ്പത്തുക്കളും കൊടുക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നും 1000 നാഗങ്ങളുടെ ശക്തി പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള നാഗരസം കുടിക്കുവാൻ കൊടുക്കുകയാണ് വേണ്ടത് എന്നും നാഗവൃദ്ധനായ ആര്യകൻ വാസുകിയോട് പറഞ്ഞു. രസകുംഭങ്ങൾ ഭീമസേനന്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. ഭീമസേനൻ ദേഹശുദ്ധി വരുത്തി 8 കുടം രസം നിഷ്പ്രയാസം കുടിച്ചു തീർത്തു. അതിനുശേഷം ഭീമൻ ഗാഠനിദ്രയെ പ്രാപിച്ചു. 8ാം ദിവസമാണ് പിന്നീട് ഉണർന്നത്. അപ്പോഴേക്കും കുടിച്ച രസം മുഴുവൻ ദഹിച്ചു. ഭീമൻ മഹാശക്തനായി തീർന്നിരുന്നു. 10,000 മാനകളുടെ ബലത്തോടുകൂടി ഭീമൻ നാഗങ്ങളാൽ സത്കൃതനായി അവരുടെ സഹായത്തോടുകൂടി മടങ്ങിപ്പോന്നു. ജലോപരിഭാഗത്തെത്തിയ ഭീമൻ കൗരവന്മാർ കളിച്ചിരുന്ന വനത്തിൽ അല്പം വിശ്രമിച്ച് അമ്മയുടെ അടുത്തേക്ക് പോയി. ജലക്രീഡ കഴിഞ്ഞു മടങ്ങിയെത്തിയ പാണ്ഡവന്മാർ ഭീമസേനനെ കാണാതെ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ദുര്യോധനൻ കൂടപ്രയോഗം കൊണ്ട് ഭീമനെ കൊന്നിരിക്കുമോ എന്നായിരുന്നു എല്ലാവർക്കും സംശയം. വിതുരൻ എല്ലാവരെയും സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. എങ്കിലും
കുന്തിദേവി വല്ലാത്ത മനോവിഷമം അനുഭവിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ശോകമൂകമായ ഒരന്തരീക്ഷത്തിലാണ് പെട്ടെന്ന് ഭീമസേനൻ പൂർവാധികം തേജസ്വിയായി അവരുടെ ഇടയിലേക്ക് വന്നത്. അതീവ സന്തുഷ്ടരായി എല്ലാവരും ഭീമനെ സമീപിച്ചു. ജിജ്ഞാസയോടുകൂടി വിവരമന്വേഷിച്ചു. ഭീമൻ ദുര്യോധനന്റെ ദുഷ്പ്രവൃത്തികളെപ്പറ്റിയും നാഗലോകത്തു വച്ചുണ്ടായ അനുഭവങ്ങളെപ്പറ്റിയും വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ടു ധർമാത്മജൻ പറഞ്ഞു, ഇനി ഈ കാര്യങ്ങളെ പറ്റിയൊന്നും ആരോടും പറയേണ്ട. ദുഷ്ടനായ ദുര്യോധനൻ ഇനിയും പല പണികളും നമ്മെ നശിപ്പിക്കുവാനായി ചെയ്യും. നാം ജാഗ്രതയോടുകൂടി ഇരിക്കുക മാത്രമേ വഴിയുള്ളൂ. പിന്നെ ഒരിക്കൽ കൂടി ദുര്യോധനൻ ഭീമനു ഭയങ്കരമായ വിഷം കലർത്തിയ അന്നം കൊടുക്കുകയുണ്ടായി. എന്നാൽ നാഗലോകത്തുണ്ടായ അനുഭവങ്ങളുടെ ഫലമായി ആ വിഷം ഭീമസേനനെ ബാധിച്ചില്ല. ധൃതരാഷ്ട്രപുത്രനായ യുയുത്സു പറഞ്ഞാണ് ഈ വർത്തമാനം പാണ്ഡവന്മാർ അറിയുന്നത്. ഭീമമായ ശക്തിയോടുകൂടിയ ഭീമന്റെ ശരീരത്തിൽ ആ വിഷം യാതൊരു വികാരവും ഉണ്ടാക്കാനാകാതെ ദഹിച്ചുപോയി. ദുര്യോധനൻ പിന്നെയും അമ്മാവനായ ശകുനിയുടെ സഹായത്തോടെ പാണ്ഡവന്മാരെ നശിപ്പിക്കുവാൻ പല പ്രയോഗങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ പാണ്ഡവന്മാർ അതെല്ലാം നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് ഉദാസീന ഭാവത്തിൽ എല്ലാം സഹിച്ചു. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള കാലമായപ്പോൾ രാജാവ് അവരെ വിദ്യ അഭ്യസിപ്പിക്കുവാനായി വേദശാസ്ത്ര അർത്ഥപാരംഗതനായ കൃപരെ നിയോഗിച്ചു. ഉണ്ടായിരുന്നു കാര്യാർത്ഥം പണ്ടു തന്നോടു വേഴ്ചമേ, ദരിദ്രൻ വിത്തമുള്ളോനും ജളൻ പണ്ഡിതനും പരം, ക്ലീബൻ ശൂരനുമേ തോഴരാകാ മുൻവേഴ്ച വേഴ്ചയോ, ഉയർന്ന മന്നവന്മാർക്കീ നിലക്കാരോടൊരിക്കലും സഖ്യം മന്ദമതേ ചേരാ നിർധനന്മാരോടേതുമേ, അശ്രോത്രിയൻ ശ്രോത്രിയൻ നരധി ചേരാരധിക്കുമേ, അപാർത്ഥിവൻ പാർത്ഥിവനുമൊക്ക മുൻവേഴ്ച വേഴ്ചയോ. തൻ്റെ സമ്പത്തിലും പ്രൗഢിയിലും അഹങ്കാരിയായ ഉറ്റ സുഹൃത്തിൽ നിന്നും ഉണ്ടായ ദുരനുഭവത്തെ തൻ്റെ ജീവിത വിജയത്തിൻ്റെ ഏണിപ്പടിയാക്കി മാറ്റി പുച്ഛിച്ചു തള്ളിയവർക്കും മീതെയാണ് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ കഴിവ് എന്ന് തെളിയിച്ചുകൊണ്ട് ചരിത്രത്തിലേക്ക് ഒറ്റയ്ക്ക് നടന്നു കയറിയവൻ ദ്രോണർ. ഇനി ഹസ്തിനപുരിയിലേക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ.